നമസ്കാരം. KB ഗണേഷ് കുമാർ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം KSRTC-യിലടക്കം തന്റെ വകുപ്പിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരും എന്ന് പറയുകയുണ്ടായി. നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC-യെ ഏത് വിധവും ലാഭകരമാക്കി മാറ്റുക അഥവാ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ചില ഭരണ പരിഷ്കാരങ്ങൾ KSRTC-യിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മന്ത്രിയുടെ ഈ പ്രസ്താവന പുറത്തു വന്നതിന് പുറകെ തന്നെ പാരകളുമായി ചില ആളുകൾ ഇറങ്ങിത്തിരിക്കുകയുണ്ടായി എന്നുള്ളതാണ് പരക്കെ അറിയപ്പെട്ട കാര്യം. തൊഴിലാളി സംഘടനകൾ ഒരു കാരണവശാലും KSRTC-യുടെ ഭരണപരമായ കാര്യങ്ങളിൽ അമിതമായ ഇടപെടലുകൾ നടത്തരുത് എന്ന് തന്നെ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് സംഘടനയായാലും ഭരണപരമായ കാര്യങ്ങളിൽ അമിതമായ കൈകടത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ KSRTC-യെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മന്ത്രി പറയുകയുണ്ടായി. എല്ലാവരും കൃത്യമായ രീതിയിൽ പണിയെടുക്കുകയാണെങ്കിൽ, അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയാണെങ്കിൽ 1-ാം തീയതി തന്നെ ശമ്പളം കിട്ടുവാനുള്ള ഏർപ്പാടുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് ആദ്യമേ തന്നെ KB ഗണേഷ് കുമാർ പറഞ്ഞത്. ഇതിനു മുമ്പും താൻ മന്ത്രിയായിരുന്ന അവസരങ്ങളിലെല്ലാം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുടെ അനുഭവ സമ്പത്തുമായി തന്നെയാണ് ഇക്കുറിയും KB ഗണേഷ് കുമാർ ചില പരിഷ്കാരങ്ങൾക്ക് വേണ്ടി ഒരുമ്പെട്ടത്. എന്നാൽ ചില യൂണിയൻ നേതാക്കളും ചില തൊഴിലാളികളും ഒരു കാരണവശാലും ഗണേഷ് കുമാറിന്റെ ഇത്തരം ഭരണപരമായ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തയ്യാറല്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം തീർത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ഈ ബസ്സുകൾ KSRTC-യെ സംബന്ധിച്ചിടത്തോളം ലാഭകരമല്ല. ഒരു കാരണവശാലും ഇത്തരം സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോയി KSRTC-യെ ലാഭകരമാക്കി കൊണ്ടുപോകുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ബസ്സുകളുടെ സർവീസുകൾ നിർത്തേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ KB ഗണേഷ് കുമാർ പറഞ്ഞത്. മാത്രമല്ല, കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി ഏതാണ്ട് 450 ഈ ബസ്സുകൾ വാങ്ങിക്കുവാനുള്ള ടെൻഡറുകൾ ഇനി പുനഃസ്ഥാപിക്കേണ്ടതില്ല. അത്തരം കാര്യങ്ങൾ ഇനി പിന്നീട് ആലോചിക്കാം എന്നാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. ഇപ്പോ നിലവിൽ തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ബസ്സുകൾ തന്നെ ലാഭകരമല്ല. വീണ്ടും ഇനിയും ഒരുപാട് പണം മുടക്കി ബാധ്യത വരുത്തി വെച്ചുകൊണ്ട് ഈ ബസ്സുകൾ എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് KSRTC-ക്ക് ലാഭമുണ്ടാക്കില്ല. മറിച്ച് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് KSRTC-യെ കൂപ്പുകുത്തിക്കും എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി ഈ ബസ് വാങ്ങുമ്പോൾ ചില ആളുകൾക്ക് കമ്മീഷൻ ഇനത്തിൽ കോടികൾ തന്നെ ലഭിക്കും എന്നുള്ളതാണ് പുറത്തു വന്നിരുന്ന കണക്കുകൾ. അത്തരം ആളുകളെ KB ഗണേഷ് കുമാറിന്റെ ഈ നടപടികൾ ചൊടിപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയെയും അത് ചൊടിപ്പിച്ചു. ആരൊക്കെയാണോ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ ബസ്സുകൾ വാങ്ങിക്കുവാൻ വേണ്ടി ടെൻഡറിൽ ഏർപ്പെട്ടിരുന്നത് അവരിൽ നിന്നെല്ലാം കിട്ടുന്ന നിശ്ചിതമായ തുക, കോടിക്കണക്കിന് വരുന്ന ആ തുകയിൽ മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ട വിഹിതം മുഖ്യമന്ത്രിക്ക് പോകും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ KB ഗണേഷ് കുമാറിനോട് ഇടഞ്ഞു നിൽക്കുന്നത് എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്. ഏതായാലും ഈ ബസ് സർവീസ് നിർത്തേണ്ടത് തന്നെയാണ്, അത് ലാഭകരമല്ല എന്ന KB ഗണേഷ് കുമാറിന്റെ വാദമുഖത്തോട് മുഖ്യമന്ത്രിയും KSRTC-യും ഒരുപോലെ തന്നെ പുറംതിരിഞ്ഞു നിന്നു. KB ഗണേഷ് കുമാറിന് തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടതായി വന്നു. താൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരുന്നത് ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി എന്ന രീതിയിൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. ഈ ബസ് ലാഭകരമാണോ അല്ലയോ എന്നുള്ളതിന്റെ കൃത്യമായ സാമ്പത്തിക വരവ് ചെലവുകൾ തനിക്ക് കിട്ടണം എന്ന് KSRTC-യുടെ MD-യോട് KB ഗണേഷ് കുമാർ മന്ത്രി എന്ന രീതിയിൽ തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ മന്ത്രിക്ക് ഈ ബസിന്റെ വരവ് ചെലവ് കണക്കുകൾ അടങ്ങിയ സാമ്പത്തിക റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി എന്നുള്ളതും KB ഗണേഷ് കുമാറിനെ വല്ലാതെ ചൊടിപ്പിക്കുകയുണ്ടായി. ഇതിൽ കൃത്യമായി ചില യൂണിയനുകൾക്കും ഇപ്പോൾ ഇരിക്കുന്ന MD-ക്കും CMD-ക്കും നല്ല രീതിയിൽ കൈയുണ്ട് എന്ന് തന്നെയാണ് KB ഗണേഷ് കുമാറിന്റെ സംശയം. എന്നാൽ KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചില രീതികൾ വ്യക്തമാക്കുന്നത്. KSRTC-യിൽ സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു നട്ട് വാങ്ങിക്കുന്നതിന്റെ കണക്ക് വരെ മന്ത്രി എന്ന രീതിയിൽ എന്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം എന്നുള്ളത് തന്നെയാണ് KB ഗണേഷ് കുമാർ ആദ്യം പറഞ്ഞത്. ഇതിൽ വലിയ സാമ്പത്തിക ശാസ്ത്രങ്ങളുടെ പരിശോധനകളൊന്നും നടത്തേണ്ടതില്ല. മുറുക്കാൻ കടയുടെ സാമ്പത്തിക ശാസ്ത്രം മാത്രമേ ഉള്ളൂ. ചിലവ് ചുരുക്കുക, വരുമാനം കൂട്ടുക. അതിന്റെ അടിസ്ഥാനത്തിൽ അനാമത്ത് ചിലവുകൾ നമുക്ക് ചുരുക്കുക.
ലാഭകരമല്ലാത്ത സർവീസുകൾ വെട്ടിച്ചുരുക്കുക. ഇതൊക്കെയായിരുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് കെ പി ഗണേഷ് കുമാർ ആദ്യമേ മുന്നോട്ട് വച്ചത്. പക്ഷേ ഇതുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ നേരത്തെ KSRTCയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കെടുകാര്യസ്ഥതയ്ക്ക് ചൂട്ടുപിടിച്ച ആളുകൾ ഇത്തരം പരിഷ്കാരങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സാമ്പത്തിക വരവ് ചിലവുകൾ ചോദിച്ച കെ പി ഗണേഷ് കുമാറിന് ഇത്തരം കണക്കുകൾ കിട്ടുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് ചോർന്നു പോയത്. ഇത് മുൻ KSRTC വകുപ്പ് മന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ട്, അദ്ദേഹത്തിന്റെ ഒത്താശയോടുകൂടി ചില യൂണിയനുകൾ നടത്തുന്ന കള്ളക്കളിയാണ് ഇത് എന്നുകൂടി പുറത്തു വരുന്നു. എന്നാൽ ഒരു കാരണവശാലും ഇത്തരം പ്രവണതകൾ താൻ വച്ചു പൊറുപ്പിക്കില്ല തന്റെ വകുപ്പിൽ എന്ന നിലപാടോടുകൂടി തന്നെയാണ് കെ പി ഗണേഷ് കുമാർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ KSRTCയുടെ CMD ആയ ബിജു പ്രഭാകർ തൽസ്ഥാനത്ത് നിന്ന് മാറും അല്ലയെന്നുണ്ടെങ്കിൽ മന്ത്രി അദ്ദേഹത്തെ മാറ്റും എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളോട് മുഖ്യമന്ത്രിയോ അല്ല എന്നുണ്ടെങ്കിൽ മുന്നണിയോ യാതൊരു തരത്തിലും തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നു, KSRTCയുടെ CMD ആയിരുന്ന ബിജു പ്രഭാകർ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. താനുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ മന്ത്രിക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും താൻ രാജ്യസന്നദ്ധനാണ്, താൻ രാജിവെക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ബിജു പ്രഭാകർ രാജിവെക്കുന്നതിനോട് ഒരുപക്ഷെ മുഖ്യമന്ത്രി അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കാൻ സാധ്യതയില്ല. കാരണം മുന്നണിക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾ തന്നെയായിരുന്നു കെ പി ഗണേഷ് കുമാർ. മന്ത്രിയായി എത്തിയതിനു ശേഷവും ഇത് തന്നെയാണ് കെ പി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് കെ പി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് KSRTCയിലെ CMD രാജിവെക്കുമ്പോൾ അത് കെ പി ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് താൻ വഴങ്ങിക്കൊടുക്കലായിരിക്കും എന്നൊരു ധാരണ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവും. ഇത് മുന്നണി മര്യാദകൾക്ക് നിരക്കുന്നതല്ല. അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും നിരക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കില്ല അത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു കാരണവശാലും KSRTCയുടെ CMD ആയ ബിജു പ്രഭാകർ രാജിവെക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെന്ത് തന്നെയായാലും തിങ്കളാഴ്ച ബിജു പ്രഭാകർ മന്ത്രിയെ കാണുന്നു എന്നുള്ളത് അറിയുന്നു, യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിന് മുമ്പായി കൊണ്ട് തന്നെ ഒരുപക്ഷെ ബിജു പ്രഭാകർ രാജിവെക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ ബസ്സുമായി ഉണ്ടായ ചില തർക്കങ്ങളിൽ ഗണേഷ് കുമാറിനോട് മുഖ്യമന്ത്രിക്കും നീരസമുണ്ട്, മുന്നണിക്കും നീരസമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ ബസ്സിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ഈ ബസ് ലാഭകരമല്ല, അത് നിർത്തേണ്ടത് തന്നെയാണ് എന്നുള്ള കെ പി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയോട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അത് ഒരു മന്ത്രിയുടെ തീരുമാനമല്ല, ഈ ബസ് നിർത്തലാക്കണോ കൂടുതൽ ഭംഗിയായി സർവീസ് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളതെല്ലാം ഒരു മന്ത്രിയല്ല തീരുമാനിക്കേണ്ടത്. അത് മന്ത്രിസഭയുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഒരു മന്ത്രി മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിയനുകൾ അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അത് നടപ്പാകുന്ന കാര്യമല്ല. ഇവിടെ ഒരു മുന്നണിയുണ്ട്, മുന്നണിക്ക് ചില മര്യാദകളുണ്ട് എന്നാണ് MP ഗോവിന്ദൻ കെ പി ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ കെ പി ഗണേഷ് കുമാറിന്റെ വാർത്തകളെ, പ്രസ്താവനകളെ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് MLA ആയ വിൻസെന്റിന്റെ ചില പ്രസ്താവനകൾ. അദ്ദേഹം തെളിവ് സഹിതം ഈ ബസ് സർവീസ് നടത്തുന്നത് നഷ്ടമാണ് എന്ന് കാണിക്കുകയും ചെയ്തു. അതായത് 6000 ശിഷ്ടം രൂപ മാത്രം വരുമാനമുള്ള ഈ ബസിന്റെ ചെലവ് 4000 ശിഷ്ടം രൂപയാണ് എന്നാണ് ഈ ബസിന്റെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിട്ടത്. എന്നാൽ ഒരിക്കലും അതല്ല. ലോൺ തിരിച്ചടയ്ക്കേണ്ട തുക കൂടി കൂട്ടുമ്പോൾ ഈ ബസ് തീർച്ചയായും നഷ്ടത്തിലോടുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. മാത്രമല്ല അതിന്റെ മെയിൻ്റനൻസ് ചിലവ് കണക്കാക്കുമ്പോൾ ഏതാണ്ട് 1 കോടി രൂപ വില വരുന്ന ഒരു ബസിന്റെ ബാറ്ററി മാറ്റിവെക്കണമെങ്കിൽ 50 ലക്ഷത്തിലധികം രൂപ കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് എത്ര കാലം സർവീസ് നടത്തിയാലും ലാഭകരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നുള്ളതാണ് തെളിവുകൾ സഹിതം വിൻസെന്റ് നിർത്തിയത്. ഈ ബസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ബസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എത്ര കിലോമീറ്റർ യാത്ര ചെയ്താലും 10 രൂപ മാത്രം അതിന് ടിക്കറ്റ് ചാർജായി കൊടുത്താൽ മതി എന്നുള്ളത് തന്നെയാണ്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയോജനപ്രദമായ കാര്യം തന്നെയാണ്. പക്ഷേ സർവീസ് നടത്തുന്ന KSRTCയെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടം തന്നെയാണ് എന്നാണ് കെ പി ഗണേഷ് കുമാർ പറഞ്ഞത്. മാത്രമല്ല 1 കോടി രൂപ മുടക്കി ഒരു ബസ് വാങ്ങുമ്പോൾ 48-42 സീറ്റുള്ള ഒരു ബസ് വാങ്ങിക്കാൻ സാധിക്കും KSRTCക്ക്. എന്നാൽ 1 കോടി രൂപ മുടക്കി 20-22 സീറ്റുള്ള ഈ ബസ് വാങ്ങി സർവീസ് നടത്തുമ്പോൾ തീർച്ചയായും അത് നഷ്ടത്തിലോടുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് എന്നാണ് കെ പി ഗണേഷ് കുമാർ പറഞ്ഞത്. ഇതിനോടാണ് മുഖ്യമന്ത്രിയും മുന്നണിയും മറ്റുള്ള ചില യൂണിയൻ നേതാക്കളും ഇപ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്, പ്രതികരിക്കാതിരിക്കുന്നത്. അതായത് കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി 450 ഈ ബസ്സുകൾ വാങ്ങിക്കാനുള്ള ടെൻഡർ ഇനി പുനഃസ്ഥാപിക്കേണ്ടതില്ല എന്ന് കെ പി ഗണേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 450 ബസ്സുകൾ വാങ്ങിക്കുന്നതിലൂടെ ആർക്കൊക്കെയോ കിട്ടാവുന്ന കമ്മീഷനും കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ തന്നെയാണ് പലർക്കും ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെ പി ഗണേഷ് കുമാറിനെതിരെ ഇവർ ആഞ്ഞടിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും KSRTCയിൽ നിന്നും അഴിമതി നടത്തി 10 രൂപയുടെ പണം
വീട്ടിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ KB ഗണേഷ് കുമാറിനില്ല എന്നുള്ളത് അദ്ദേഹത്തോട് അടുപ്പമുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ KSRTCയെ വെള്ളയാനയാക്കി മാറ്റിയതിൽ പല ആളുകൾക്കും പങ്കുണ്ട്. അത് അത്തരക്കാരാണ് ഇപ്പോഴും KSRTC ലാഭത്തിലേക്ക് ഓടുവാൻ വേണ്ടി സമ്മതിക്കാത്തത്. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുവാൻ കാരണം അത്തരം ആളുകളുടെ കെടുകാര്യസ്ഥത തന്നെയാണ് എന്നുള്ളതാണ് KB ഗണേഷ് കുമാർ ആദ്യമേ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ KB ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുന്നു. അതായത് KSRTCയിലെ കെടുകാര്യസ്ഥതയും അഴിമതിയും തോണ്ടി പുറത്തിടും KB ഗണേഷ് കുമാർ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ CMD ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ രാജ്യസന്നദ്ധത അറിയിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും KSRTCയിൽ സമൂല പരിഷ്കരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മന്ത്രി KSRTCയെ ലാഭകരമാക്കി ഓടിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ്. KSRTCക്ക് അള്ളുവയ്ക്കുന്നവർ ആരൊക്കെയായാലും എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും അവർ പുറത്തു പോകും എന്നുള്ള മന്ത്രിയുടെ ദൃഢപ്രതിജ്ഞയും ഇവിടെ നിറവേറ്റപ്പെടുന്നു. അതിന്റെ ആദ്യ സൂചനയായി വേണം KSRTCയുടെ CMD ആയ ബിജു പ്രഭാകർ രാജിവെക്കുന്നു എന്നുള്ള വാർത്ത.